Yesterday we have wrote a problem. Problem. Yeah, return the problem. Calculate the following cases. For the following cases, 3 കേസ് പറഞ്ഞിട്ടുണ്ട്. For the following cases, you want to calculate the surface area. Surface area A ആണ് കാണേണ്ടത്. A to be found out for the 3 cases. First case is single pass counterflow. Single pass counterflow. Second case 1-4 exchanger. 1-4 exchanger എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-4 1 shell and 4 tube അല്ലേ, 1 shell and 4 tube cases. തേർഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ഫ്ലോ, സിംഗിൾ പാസ് വിത്ത് വാട്ടർ മിക്സർ. അപ്പോൾ ഈ അടുത്ത രണ്ടാമത്തെ മൂന്നാമത്തെ കേസിൽ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ Q equal to UAF θm ആണ് അല്ലേ. ഫസ്റ്റ് കേസിൽ നമ്മൾ സാധാരണ UA θm എന്നുള്ള ഈ കേസിൽ എടുക്കണം. അപ്പോൾ 3 കേസിൽ നമുക്ക് എൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. സോ പ്ലീസ് ഫൈൻഡ് ഔട്ട് ഫസ്റ്റ് കേസ് നോക്കാം. അതായത് ഫസ്റ്റ് കേസിൻ്റെ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഫസ്റ്റ് കേസ് സിംഗിൾ പാസ് കൗണ്ടർ ഫ്ലോ ആണ് അല്ലേ. ഫസ്റ്റ് കേസ് സിംഗിൾ പാസ് കൗണ്ടർ ഫ്ലോ ആണ്. സിംഗിൾ പാസ് കൗണ്ടർ ഫ്ലോ. Single pass counter flow equation Q equal to UA θm അല്ലേ. θm what is θm? LMTD for counter flow അല്ലേ. LMTD for counter flow. So here universal gas constant, universal gas constant അല്ല, overall heat transfer coefficient, overall heat transfer coefficient ആണ് U. അത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, is given. Okay, then Q കാണണം അതിൻ്റെ കൂടെ θm കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കാണാം. സോ ഇയർ യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദി ഏരിയ ആണ്. എല്ലാ കേസിലും ഏരിയ ആണ് കണ്ടത്. സോ ഏരിയ ഈസ് Q by U θm അല്ലേ. Q by U θm. So U is given in your problem. You want to find out the Q value and θm value. So Q കാണാം ആദ്യം. Q equal to എന്താണ്? How we can find out the value of Q? ഇക്വേഷൻ അറിയാമെങ്കിലും Q എങ്ങനെ കാണാം? ഒന്നുകിൽ m dot h CPH TH1 minus TH2. ഓക്കെ, അല്ലെങ്കിൽ m dot c CPC TC2 മൈനസ് TC1 അല്ലേ. അതല്ലേ Q ഈക്വൽ ടു ഒന്നുകിൽ ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ഒന്നില്ലെങ്കിൽ കോൾഡ് ഫ്ലൂയിഡിൻ്റെ. ഓക്കെ, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എല്ലാ വാല്യൂം തരണമെന്നില്ല, അത് തന്നിട്ട് വേണം കണ്ടുപിടിക്കാൻ. സോ ഇവർ കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്? m dot h CPH TH ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, m dot h വന്നിട്ടുണ്ടോ? m dot h വന്നിട്ടുണ്ട്. m dot h CPH വന്നിട്ടുണ്ടോ? CPH is given. Okay, CPH is given. TH1 is given. TH2 is given. ആണോ? ഗിവൺ ഡാറ്റ എഴുതി വെച്ചിട്ടില്ല എല്ലാവരും? ഗിവൺ ഡാറ്റ എഴുതി വെക്കാൻ ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ. ഗിവൺ ഡാറ്റ ആദ്യം എഴുതി വെക്കണം. TH1 തന്നിട്ടുണ്ടോ? TH2 തന്നിട്ടുണ്ടോ? TH1 72 ആണ്. TH1 72, TH2 42 അല്ലേ. സൈഡിൽ ഗിവൺ ഡാറ്റ എഴുതി വെച്ചോ. TH1 72, TH2 42. ഓക്കെ, നമുക്കറിയാം TC1 തന്നിട്ടുണ്ടോ? TC1 തന്നിട്ടുണ്ട് 15. TC2 തന്നിട്ടില്ല അല്ലേ. TC2 is not given. സോ TH1 TH2 തന്നിട്ടുണ്ട്. സോ ഈ Q Hൻ്റെ വെച്ചിട്ട് കണ്ടുപിടിക്കാം Qൻ്റെ വാല്യൂ. m dot h CPH TH1 മൈനസ് TH2 Q കണ്ടുപിടിച്ചേ. കാൽക്കുലേറ്റർ കയ്യിലുണ്ടാവണം. സ്പീഡ് ആയിരിക്കണം. ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. വേറെ ലോഗ് കാര്യങ്ങളൊന്നും എടുക്കാനില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യാം. m dot hന്റെ വാല്യൂ is given. m dot h is given as m dot h 3200 kg per hour ആയിരുന്നു. സോ yesterday I said that you want to convert into kilogram per second. ഇത് കൺവേർട്ട് ചെയ്യണം. സോ 3200 divided by 3600, 3200 divided by 3600 ചെയ്യണം അല്ലേ. ദാറ്റ് ഈസ് എത്ര കിട്ടുമെന്ന് പറഞ്ഞു കണ്ടുപിടിച്ചിരുന്നു. m dot h 0.889 എന്നാണ് ടെക്സ്റ്റിൽ കേട്ടുള്ളത്. 0.889 ചെയ്ത് നോക്കിയേ. 0.889 അറ്റ് പ്രസന്റ് എൻ്റെ കയ്യിൽ കാൽക്കുലേറ്റർ. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാം. കിലോഗ്രാം പെർ സെക്കൻഡ് 0.889. സോ അത് തന്നെയാണെങ്കിൽ m dot h വാല്യൂ 0.889 ഇൻറ്റു CPH. CPHൻ്റെ വാല്യൂ കൊടുക്കണം. CPH വാല്യൂ ഈസ് 1.74 ഇൻറ്റു 1.74 ഇൻറ്റു TH1 മൈനസ് TH2. TH1 72 മൈനസ് 42. കിട്ടുന്ന Q വാല്യൂ
46.4 കിലോ വാട്ടാണ്. നിങ്ങൾക്ക് വാട്ടിലായിരിക്കും കിട്ടുക 464 സംതിങ്. എത്ര കിട്ടിയത്? കിലോയിലെ 46.4 കിലോ വാട്ട്. റൈറ്റ്. സോ ക്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദി തീറ്റ എം കണ്ടുപിടിക്കണം. തീറ്റ എം ഫോർ കൗണ്ടർ. ഓക്കെ, തീറ്റ എം കൗണ്ടർ എന്ന് തന്നെ എഴുതുക, കാരണം മാറിപ്പോകരുത്. ഇക്വേഷൻ ഈസ് സെയിം. ദാറ്റ് ഈസ് ഇക്വേഷൻ എന്താണ്? ഫോർ പാരലൽ ആൻഡ് ഈക്വൽ രണ്ട് സെയിം ആണ്. ദാറ്റ് ഈസ് θ1 മൈനസ് θ2 ഡിവൈഡഡ് ബൈ ln θ2 ബൈ θ1 അല്ലേ? ആദ്യം θ1 θ2 കണ്ടുപിടിച്ചാൽ വെച്ചാൽ മതി സൈഡിൽ. θ1 എന്തായിരുന്നു? ഫോർ കൗണ്ടർ ആണ്. കൗണ്ടർ TH1 മൈനസ് TC2 അല്ലേ? θ1. θ2 ഫോർ കൗണ്ടർ എന്ന് പറഞ്ഞാൽ TH2 മൈനസ് TC1. കൗണ്ടറാണേ. TH1 മൈനസ് TC1 അല്ല, TC1 പാരലൽ ആണ്. TC2. സോ യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദി TH1 ആൻഡ് TH2. സിമ്പിൾ കാൽക്കുലേഷൻ. ഇപ്പോൾ TC2 നമുക്കറിയില്ല അല്ലേ? TC2 നമുക്കറിയില്ല. സോ ആദ്യം നമ്മൾ TC2 കണ്ടുപിടിക്കണം. ഓക്കെ, TC2 കണ്ടുപിടിക്കണം. So how we can find the value of TC2 കണ്ടുപിടിക്കണം. ഓക്കെ, TC2 കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഈ ഇക്വേഷൻ തന്നെ അല്ലേ? We know that Q equal to m dot h CPH into TH1 minus TH2 equal to m dot C CPC of TC2 minus TC1. നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണല്ലേ? ഇതിൽ നമ്മൾ ഈ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞു. Q വാല്യൂ that is 46.4 kilowatt, right? So you can find the value of TC2 directly from here. That is m dot Z is given, CPC is given. m dot Z തന്നിരിക്കുന്ന വാല്യൂവിനെ ഡിവൈഡ് ബൈ 3600 കൊടുത്തിട്ട് സെക്കൻഡിലേക്ക് മാറ്റുക. m dot C കാണുക. ഓക്കെ, ദെൻ CPC കാണുക. CPC നമുക്ക് ഈ പ്രോബ്ലം വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന തോന്നാം. ഇപ്പോൾ CPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിട്ടുണ്ട്, CPC തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 4.18 and TC2 minus TC1. TC2 is unknown, TC1 is known value 15. സോ ഇതിനകത്ത് നിന്ന് TC2 കണ്ടുപിടിക്കുക. TC2 നമുക്ക് കിട്ടുന്നുണ്ട് 33.2 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. 33.2. നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് പഠിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നിങ്ങൾക്ക് ചെയ്യുന്ന മെത്തേഡ് അറിയാമെങ്കിൽ, പരിപൂർണമായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം നടക്കും. ഞാനിപ്പോൾ തരുന്ന ഉത്തരം കയറി വെക്കാം, അറിയെങ്കിൽ മാത്രം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പേസ് വിടുക, എൻ്റെ ഉത്തരം ലാസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുന്ന് സമയം എടുത്തിട്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്ത് പഠിക്കാം. എനിക്ക് TC2 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ put the value here and find θ1 and θ2. Thereafter θm counter flow കണ്ടുപിടിക്കാം. θm for counter flow. Find the value of θm counter. Okay, that is θ1 minus θ2 divided by log θ2 by θ1 കണ്ടുപിടിക്കുക. We will get a value for a θm and apply that particular value ഈ ഇക്വേഷനിൽ A equal to Q by U θm എന്നുള്ള ഇക്വേഷനിൽ കൊടുക്കുക. എന്നിട്ട് ഏരിയയും കൂടി കണ്ടുപിടിക്കാം. ഓക്കെ, θm കിട്ടുന്ന വാല്യൂ ഞാൻ ഇവിടെ എഴുതാം. θm will be 32.5 ഡിഗ്രി സെൽഷ്യസ്. 32.5 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് കിട്ടിയിട്ടുള്ളത് θm. എന്നിട്ട് അപ്ലൈ ചെയ്യുക. ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ A equal to Q by U θm. That is Q equal to 46.4 divided by U എന്താണ്? U it is given in a question as 0.28 അല്ലേ? 0.28 കിലോ വാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു അത് 280 എന്ന് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 280 എന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കിലോ നമ്മൾ വാട്ടിലേക്ക് മാറ്റി അല്ലേ? നമ്മൾ ഈ 46.4 എന്നുള്ളത് കിലോയിലാണ് ഉള്ളത്. 46.4 കിലോ വാട്ട് എന്നുള്ളത്
കിലോയിലുള്ളത് അല്ലേ. 46.4 എന്നുള്ളത് കിലോയിലാണുള്ളത് വാല്യൂ. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഈ പറയുന്ന താഴെയുള്ള വാല്യൂ ഏത്, ഈ യുവിൻ്റെ വാല്യൂ കിലോ തന്നെ എടുത്താൽ മതി. ഓക്കെ, കിലോ ഞാൻ പറഞ്ഞു, ബാക്കി പ്രോബ്ലം ചെയ്യുമ്പോൾ എല്ലാവരും യൂണിറ്റിൽ എടുക്കുക എന്നുള്ള ഉദ്ദേശം നമുക്ക്. അപ്പോൾ തന്നിരിക്കുന്ന ഈ പറയുന്ന 46.4 നമ്മൾ എഴുതിക്കുന്ന വാല്യൂ കിലോയിൽ എഴുതിയ വാല്യൂ ആണ്. സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റൻ തന്നിരിക്കുന്ന കിലോ വാല്യൂ 0.28 എന്നുള്ള വാല്യൂ ഉണ്ടല്ലോ, അത് തന്നെ എടുക്കാം. അപ്പോൾ 2 കിലോ തന്നെയാവും ഉത്തരം. ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ കിലോ എന്നിട്ട് നമുക്ക് എഴുതണം. മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയറിന് കിലോ ഫോമിലേക്ക് മാറ്റി എഴുതണം. 0.28 ഇൻറ്റു തീറ്റ എന്ന് പറഞ്ഞാൽ 32.5. ഇത് കെൽവിനിലേക്ക് മാറ്റും, ഇത് കിലോ ഒന്ന് മാറ്റേണ്ടി വരും അല്ലേ. ഇപ്പോൾ 32.5 കിലോയിലുള്ളത് അല്ലേ, ഇതിപ്പോൾ 32.5 എന്നുള്ളത് ഡിഗ്രി സെൽഷ്യസിലുള്ളത്. അത് കെൽവിനിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ഈ കിലോ എല്ലാം മാറ്റി മറ്റേതെല്ലാം മാറ്റേണ്ടി വരും. സോ ഇത് ഡിഗ്രി സെൽഷ്യസിലാണ്, ഇത് കിലോ വാട്ടിലാണ്. അപ്പോൾ താഴത്ത് അതും കിലോ വാട്ട് തന്നെ എടുത്താൽ മതി, അതാണ് നല്ലത്. നമുക്ക് കിട്ടുന്നത് 5.1 മീറ്റർ സ്ക്വയർ എന്നാണ്. 5.1 മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സിംഗിൾ കൗണ്ടർ ഫ്ലോൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ. ഇനി പാരലൽ ഫ്ലോ ആണ് വന്നിട്ടുണ്ടെങ്കിൽ സെയിം മെത്തേഡ് തന്നെ എന്താ മാറുക, θ1 and θ will be changing, and you can find the value of θm, and you can also substitute the value of θm in a particular equation and find the value q കാണാം, u കാണാം, a കാണാം, θm ആണ്, ഏത് വന്നാലും കാണാൻ പറ്റും. ഇൻ ദ കേസ് ഓഫ് സിംഗിൾ പാസ് പാരലൽ ഫ്ലോ. ഓക്കെ, സിംഗിൾ പാസ് പാരലൽ ഫ്ലോ, സിംഗിൾ പാസ് കൗണ്ടർ ഫ്ലോ ആൻഡ് ഇക്വേഷൻ ആണ് യു എ θm. ആ ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും നിങ്ങൾ ഉത്തരം എഴുതാൻ പഠിക്കണം. ഓക്കെ, സോ ഇത് നമ്മൾ അവിടെ നിർത്തുകയാണ്. സോ സെക്കൻഡ് പാർട്ട് എടുക്കാം. ദാറ്റ് ഈസ് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, 1-4 എക്സ്ചേഞ്ചർ അല്ലേ. 1-4 എക്സ്ചേഞ്ചർ ആണ്. 1-4 എക്സ്ചേഞ്ചർ അതായത് 1 സിംഗിൾ ഷെൽ, അതായത് സിംഗിൾ എക്സ്ചേഞ്ചർ, സിംഗിൾ ഷെൽ 4 ട്യൂബ് അല്ലേ. 1 ഷെല്ല് 4 ട്യൂബാണ് 1-4 എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞാൽ. സോ അതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ഇത് വാട്ട് ഈസ് ദ പെർട്ടിക്കുലർ ഇക്വേഷൻ, യു എ എഫ് θm അല്ലേ. എഫ് ഈസ് ദ, സോ ഏരിയ ഈക്വൽ ടു q by യു എഫ് θm. സോ ഇവിടെ നമ്മൾ തീറ്റ മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, അതായത് θm θ2 നമുക്ക് കിട്ടി. θm കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. θm സെയിം വാല്യൂവിനായിരിക്കുമല്ലോ, θmൻ്റെ വാല്യൂ മാറുന്നില്ല. അപ്പോൾ θmൻ്റെ വാല്യൂ നമുക്കറിയാം, ക്യൂവിൻ്റെ വാല്യൂ നമുക്കറിയാം അല്ലേ, യുവിൻ്റെ വാല്യൂ നമുക്കറിയാം. സോ എന്നൊക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രമേ കാര്യമായി കണ്ടുപിടിക്കാനുള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എഫിൻ്റെ വാല്യൂ മാത്രമാണ്. ബാക്കിയൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ക്യൂവിൻ്റെ വാല്യൂ അറിയാം, അത് ഇവിടെ എടുത്താലും ക്വസ്റ്റ്യൻ ആ സെയിം വാല്യൂ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം മൂന്നാമത്തെ കേസിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് മാത്രമാണ്. സെക്കൻഡ് കേസിലും തേർഡ് കേസിലും എഫ് മാത്രം കണ്ടുപിടിച്ചാൽ മതി, ബാക്കി ഉത്തരമായി. സോ എഫ് കണ്ടുപിടിക്കാനാണ് നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നത് അല്ലേ. എഫ് കണ്ടുപിടിക്കാം. സോ എഫ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് എന്താ കണ്ടുപിടിക്കണം, ടെമ്പറേച്ചർ റേഷ്യോ ആൻഡ് കപ്പാസിറ്റി റേഷ്യോ കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് യു ഫൈൻഡ് ടെമ്പറേച്ചർ റേഷ്യോ ഫോർ എഫ്. ടെമ്പറേച്ചർ റേഷ്യോ എഫ് കണ്ടുപിടിക്കാം. ടെമ്പറേച്ചർ റേഷ്യോ പി ഈക്വൽ ടു വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പി, Tc2 minus Tc1 divided by Th1 minus Tc1 ആയിരുന്നു ഇക്വേഷൻ. ഞാനൊന്ന് എഴുതിയ പിൻ്റെ വാല്യൂ ഇക്വേഷൻ എഴുതാം. പിൻ്റെ ഇക്വേഷൻ Tc2 minus Tc1 divided by Th1 minus Tc1. Tc1 Tc1 ഒക്കെ നമുക്കറിയാം. സോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി, Tc2 minus Tc1 divided by Th1 minus Tc1. That is 33.2 minus 15 divided by 72 minus 15 അല്ലേ. 33.2 minus 15 by 72 minus 15 is equal to 0.32 എന്ന് കിട്ടും ഈ വാല്യൂ. ദെൻ കപ്പാസിറ്റി റേഷ്യോ ആർ, കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് Th1 minus Th2 divided by Tc2 minus Tc1. That is 72 minus 42 divided by 33.2 minus 15. Okay, 1.65 കിട്ടും. ഇതുവരെ കംപ്ലീറ്റ് ആണോ എല്ലാവരും? അങ്ങനെ നമുക്ക് എഫ് കണ്ടുപിടിക്കാമല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ പിയുടെ വാല്യൂ 0.32 നോട്ട് ചെയ്ത് വെക്കുക. കപ്പാസിറ്റി റേഷ്യോ ആറിൻ്റെ വാല്യൂ 1.65 നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഡാറ്റ ബുക്ക് എടുക്കുക, പേജ് നമ്പർ എടുക്കുക. ഏതാണ്
ഏതാണ് ഫ്ലോ നോക്കിയിട്ടാണ് നമുക്ക് എടുക്കാൻ. ഏതാണ് ഫ്ലോ? ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ഫ്ലോ? വൺ ഷെൽ ആണ് അല്ലെ, വൺ ഷെല്ലിന്റെ പ്രോബ്ലം ആണ്. അപ്പോൾ നമ്മൾ ഡാറ്റ ബുക്ക് എടുക്കുന്നു. ദാറ്റ് ഈസ് ഏതാണ്? നാല് ഫിഗർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. വൺ ഷെൽ പാസ് വിത്ത് 2 ഫോർ മൾട്ടിപ്പിൾ ട്യൂബ്. ഒരു ഷെല്ലും ഒരുപാട് ട്യൂബുള്ള ഫിഗർ ഉണ്ട്. അതാണ് ഇവിടെ വൺ ഷെല്ല് ആൻഡ് 2 4 ഓർ മോർ മൾട്ടിപ്പിൾ പാസ് ട്യൂബ്. ഒരു ഷെല്ലുള്ളതും ഒരുപാട് ട്യൂബ് ഉള്ളതും. അടുത്ത ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഷെല്ലുള്ളതും ഒരുപാട് ട്യൂബ് ഉള്ളതും. പിന്നെ വരുന്നത് സിംഗിൾ പാസ് ക്രോസ് ഫ്ലോ, ഒന്ന് മിക്സും മറ്റേത് അൺമിക്സും ആയിട്ടുള്ളത്. ഒരു ഫ്ലൂയിഡ് മിക്സും മറ്റേ ഫ്ലൂയിഡ് അൺമിക്സും ആയിട്ടുള്ളത്. ലാസ്റ്റ് വണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫ്ലൂയിഡും അൺമിക്സ് ആയിട്ടുള്ളത് അല്ലേ, ക്രോസ് ഫ്ലോ അല്ലെങ്കിൽ ക്രോസ് ഫ്ലോൻ്റെ ലാസ്റ്റ് 2 ഫിഗർ ക്രോസ് ഫ്ലോൻ്റെ, ഫസ്റ്റ് 2 ഫിഗർ മറ്റേ സാധാരണ ഫ്ലോറിൻ്റെ, പക്ഷേ സിംഗിൾ ഷെല്ലും ഡബിൾ ഷെല്ലും. അപ്പോൾ നമുക്ക് വേണ്ടത് സിംഗിൾ ഷെൽ. വൺ ഷെല്ല് 4 പാസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ കേസ് ഫസ്റ്റ് ഫിഗർ തന്നെ. ഫസ്റ്റ് ഫിഗർ നമുക്ക് എടുക്കുന്നു. ഫസ്റ്റ് ഫിഗർ എടുത്തു അല്ലേ. പേജ് നമ്പർ, ഡാറ്റാ ബുക്ക് പേജ് നമ്പർ എത്രയാണ് എടുക്കുക? എൻ്റെ 158 ആണുള്ളത്. നിങ്ങൾ ഡാറ്റാ ബുക്കിൽ പേജ് നമ്പർ എടുക്കുക 158. കറക്ഷൻ ഫാക്ടർ ഫ്ലോട്ട് ഫോർ എക്സ്ചേഞ്ച് വിത്ത് വൺ ഷെൽ പാസ് ആൻഡ് 2 ഫോർ മൾട്ടിപ്പിൾ ട്യൂബ് പാസ്. ആ ഫിഗർ എടുക്കുക. എന്നിട്ട് ഡാറ്റാ ബുക്കിൽ അത് തന്നെ എഴുതി വെക്കുക. ഫ്രം ഡാറ്റാ ബുക്ക് അല്ലെങ്കിൽ ഫ്രം സ്റ്റീം ടേബിൾ, അല്ലെങ്കിൽ എന്താ ഡാറ്റാ ബുക്ക് നമ്മൾ എടുക്കുന്നത്? HMD. ഫ്രം HMD ഡാറ്റാ ബുക്ക് പേജ് നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ പേജ് നമ്പർ കൊടുക്കാം, പേജ് 150 എന്ന് കൊടുക്കാം. അതല്ലെങ്കിൽ ഫോർ വൺ ഷെൽ ആൻഡ് ഫോർ ട്യൂബ് കറക്ഷൻ ഫാക്ടർ ഫ്രം ഡാറ്റാ ബുക്ക്, ഫ്രം HMD ഡാറ്റാ ബുക്ക് പേജ് 158 എന്ന് കൊടുക്കാം. ഫ്രം ഡാറ്റാ ബുക്ക് കറക്ഷൻ ഫാക്ടർ ഫോർ വൺ ഷെൽ ആൻഡ് 4 ട്യൂബ്. കറക്ഷൻ ഫോർ 1 4 and 4 ട്യൂബ് ഈസ്, എന്നിട്ട് അങ്ങനെ എഴുതണം. എന്നിട്ടാണ് വാല്യൂ എഴുതേണ്ടത്. എല്ലാ ക്വസ്റ്റനും അങ്ങനെ. ഡാറ്റാ ബുക്ക് തെക്കുന്ന വാല്യൂ ഉണ്ടെങ്കിൽ ഡാറ്റാ ബുക്കിന് പേജ് നമ്പർ അല്ലെങ്കിൽ എന്താണ് സാധനം എന്നുള്ളത് എഴുതിയിരിക്കണം. ഓക്കെ, ഏത് കേസായാലും മറന്നു പോകരുത്. സോ ഇവിടെ എടുക്കുക. നമുക്ക് വാല്യൂ എന്താണ്? 0.32 ആണ് എന്തുള്ളത്? 0.32 ആണ് പി. അപ്പോൾ 0.32 പി ഉള്ളത് എടുക്കുക. അപ്പോൾ 0.3 എന്ന് പറഞ്ഞ കർവാണ് ഈ ലൈനാണ് 0.3 എന്നുള്ളത് അല്ലേ. 0.3 എന്ന് പറയുന്നത് ഈ ലൈനാണ്, കുത്തിനെ പോകുന്ന ആക്സിസിൻ്റെ ലൈൻ. അതായത് ഈ പോയിന്റ് 0.3 എന്നുള്ള ഈ പോയിന്റ് ആണ്. ആ പോയിന്റ് നമുക്ക് മുകളിലേക്ക് പോവാം. ആറിൻ്റെ വാല്യൂ എന്താണ്? 1.65 ആണ്. അപ്പോൾ 1.65 വരുന്ന ലൈൻ നോക്കാം. ഈ ബ്ലാക്ക് ലൈൻ 6 ആണ് ഈ കാണുന്നത് അല്ലേ. 6 = 4.0 3.0 2.0 1.5 1 0.8 0.6 എന്നൊക്കെ കാണുന്നുണ്ട്. സോ നമുക്ക് വേണ്ടത് 1.65ന്റെ കർവാണ്. അപ്പോൾ 1.65ന്റെ കർവ് കൂടി ഇല്ല. അപ്പോൾ 1.5 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ ഇതിന് രണ്ട് നടുക്കായിരിക്കും എന്തുണ്ടാവുക? ഇത് രണ്ട് നടുക്കായിരിക്കും നമ്മുടെ ലൈൻ ഉണ്ടാവുക, കർവ്. അപ്പോൾ 1.5ന്റെ നടുക്കുള്ള 1.55 വരും. ഓക്കെ, 1.55 വരും. അതിനും കുറച്ചും കൂടി പോയാൽ 1.65 കിട്ടും. അപ്പോൾ സെൻറ്റർ എന്നല്ലാണ്ട് കുറച്ചും കൂടി ഇപ്പുറമായിരിക്കും നമുക്ക് വേണ്ട എന്തുണ്ടാവുക? ആ ഒരു കർവ് ഉണ്ടാവുക. അപ്പോൾ ആ കർവ് നമ്മൾ ഇതിന് നടുക്കൂടി ഒരു കർവാന്ന് വിചാരിക്കാം. ഈ രണ്ട് കർവിന് നടുക്ക് കർവ് 2 × 1.5 നടുക്ക് വരുന്ന കർവാണ്. 3 എന്നാണ് നമുക്ക് മുകളിലേക്ക് പ്ലോട്ട് ചെയ്യുക. 0.3 എന്നാണ് മുകളിലേക്ക് പ്ലോട്ട് ചെയ്യുന്നത്. 0.3 എന്നല്ല, 0.3ന്റെ കുറച്ച് ഇപ്പുറത്ത് അല്ലേ, 0.32 ആണ്. അപ്പോൾ 0.32നെ കുറച്ച് ഇപ്പുറത്തായിട്ട് നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് വിരൽ വെച്ച് നോക്കുക. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് നമുക്ക് 1.65ന്റെ കർവ് ഇങ്ങനെയാണ് വരിക, ഇതിലെ അല്ലേ, സെൻറ്റർ ഫിഗർ ഇതാ ഇവിടെ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എടുത്തിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 0.9 ആണ്. അപ്പോൾ ഇവിടെ എഫ് കിട്ടിയിരിക്കുന്നത് 0.9 ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക 0.32 എന്നുള്ളത് ഇവിടെയാണ് വരിക. അവിടെ നിന്ന് മുകളിലേക്ക് എടുത്തു കഴിഞ്ഞു. 1.65ന്റെ കർവ് ഇതിൻ്റെ നടുക്ക് പ്ലോട്ട് ചെയ്ത് കിട്ടിയാൽ നമുക്ക് ലൈൻ ഇവിടെ കൊണ്ടുവന്ന് മുട്ടിക്കാം. ഓക്കെ, ഇവിടെ കൊണ്ടുവന്ന് മുട്ടിച്ച് കഴിഞ്ഞാൽ 0.9 നമുക്ക് എടുക്കാം. ഓക്കെ, ടെക്സ്റ്റിലെ വാല്യൂ നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? പിന് ആറിന് വാല്യൂ കിട്ടി. പിൻ്റെ വാല്യൂ ഇവിടെയാണുള്ളത്. അവിടെ നോക്കി മുകളിലേക്ക് എടുത്തു. ആറിൻ്റെ കർവിലേക്ക് മുട്ടിച്ചു. അവിടെ നിന്ന് അടുത്തോട്ട് കാണുന്ന പോയിന്റ് കറക്ഷൻ ഫാക്ടർ എഫ് എന്ന് 0.9. സോ വി ക്യാൻ റൈറ്റ് ഫ്രം ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 158. ഇങ്ങനെ പേജ് നമ്പർ എത്ര വെച്ചാൽ അത് എഴുതുക. കറക്ഷൻ ഫാക്ടർ ഫോർ 1 ഷെൽ ആൻഡ് 4 ട്യൂബ്. എഫ് വാല്യൂ എഫ് = 0.9. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നോക്കണം കേട്ടോ. നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കൃത്യമായ കർവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉറപ്പിച്ച് എഴുതാൻ പറ്റുള്ളൂ. കർവ് നമുക്ക് ചിലപ്പോൾ നിങ്ങൾ എക്സാം എഴുതുമ്പം ചിലപ്പം നിങ്ങൾ ഓരോരുത്തർ എഴുതിയ മാറ്റിയിരിക്കും. അദ്വൈത് എഴുതിയായിരിക്കില്ല സരുൺ എഴുതുക, അവർ എഴുതിയായിരിക്കില്ല, എഴുതിയായിരിക്കില്ല അജയ് ഉണ്ടാവുക, അജയ് ഉണ്ടതായിരിക്കില്ല, താഴോട്ട് വൈശാഖുമാലി ഏറ്റവും ലാസ്റ്റ് ഗോകുൽ വരുന്നുണ്ടാവും. എല്ലാവർക്കും മാറ്റമായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ. അപ്പം നിങ്ങൾ കൃത്യമായ പ്ലോട്ടിങ് ഏകദേശം സ്കെയിലൊക്കെ വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ ഏകദേശം കറക്റ്റ് വരുന്ന പോലെ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എടുക്കുന്ന വാല്യൂ കണക്കായിട്ട് കാൽക്കുലേഷനിലേക്ക് നോക്കുക. പക്ഷെ എന്തായാലും ഇവിടെ 0.9 എടുത്തിരിക്കുന്നു.
സോ യു ക്യാൻ റൈറ്റ് ദ വാല്യൂ 0.9 എന്ന് എടുക്കുക, എഫ് കൊടുക്കുക, എന്നിട്ട് ഏരിയ കണ്ടുപിടിക്കുക. എഫിൻ്റെ വാല്യൂ കൊടുക്കുക, ഏരിയ കണ്ടുപിടിക്കുക. ഓക്കെ, എഫ് വാല്യൂ ഫ്രം ഹിയർ എഫ് ഈക്വൽ ടു എഴുതുക, എഫ് ഈക്വൽ ടു എഴുതുക. ഞാനത് കാണിക്കുന്നില്ല, കാരണം അടുത്ത ഫിഗർ കൂടി കാണിക്കണമല്ലോ. അതുകൊണ്ട് നിങ്ങൾ എഴുതുക എഫ് ഈക്വൽ ടു 0.9. therefore ഏരിയ ഈക്വൽ ടു യു ബൈ എഫ് യു തീറ്റ എം, അതായത് 46.4 ഡിവൈഡ് ബൈ 0.28 ഇൻറ്റു എഫ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കണ്ട് 0.9 ഇൻറ്റു തീറ്റ എം എന്ന് പറയുന്നത് 32.5. അപ്പം therefore ഏരിയ ഈക്വൽ ടു ഉത്തരം കിട്ടും അല്ലേ. ഏരിയ ഈക്വൽ ടു here in the case f equal to 0.9, therefore area equal to 5.66 meter square എന്നാണ് കിട്ടുക. ഓക്കെ, a equal to ഇക്വേഷൻ എന്താണ്, q by uf തീറ്റ. സോ തേർഡ് കേസ് എടുത്തോ. തേർഡ് കേസ് എന്താണ്? മൂന്നാമത്തെ കേസ് ക്രോസ് ഫ്ലോ വിത്ത് സിംഗിൾ പാസ്. ക്രോസ് ഫ്ലോ സിംഗിൾ പാസ്. ഓക്കെ, ക്രോസ് ഫ്ലോ സിംഗിൾ പാസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് വിത്ത് വാട്ടർ മിക്സ്ഡ് ബെൻസിൻ അൺമിക്സ്ഡ് അല്ലേ. വാട്ടർ മിക്സ്ഡ് ബെൻസിൻ അൺമിക്സ്ഡ് എന്ന് വെച്ചാൽ വാട്ടർ എന്താണ് ബെൻസിൻ എന്നാണ് നോക്കേണ്ട കാര്യമില്ല. ഒന്ന് മിക്സ്ഡ് മറ്റേത് അൺമിക്സ്ഡ് അല്ലേ. അപ്പോൾ ഇക്വേഷൻ ഈസ് ക്യൂ ഈക്വൽ ടു യു എ എഫ് തീറ്റ എം, ഫോർ ഏരിയ ഈക്വൽ ടു ക്യൂ ബൈ യു എഫ് തീറ്റ എം. തീറ്റ എം അറിയാം, യു അറിയാം, ക്യൂ അറിയാം, എഫ്. സോ ഹിയർ എഫ് ഈസ് ഈക്വൽ ടു കണ്ടുപിടിക്കണം അല്ലേ. എഴുതുക ഫ്രം ഡാറ്റ ബുക്ക്. ഏത് ഫിഗറാണ് വേണ്ടത് എന്നൊക്കെ നോക്കാം. ഏത് ഫിഗറാണ് വേണ്ടാവുക? നമുക്ക് വേണ്ട ഫിഗർ ക്രോസ് ഫ്ലോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ക്രോസ് ഫ്ലോൻ്റെ ഫിഗർ എടുക്കാം. ക്രോസ് ഫ്ലോൻ്റെ ഫിഗർ എടുക്കുകയാണെങ്കിൽ താഴോട്ട് ക്രോസ് ഫ്ലോ, ഇതാണ് ക്രോസ് ഫ്ലോ അല്ലേ. ക്രോസ് കംപ്ലീറ്റ് സിംഗിൾ പാസ് ക്ലോസ് ഫ്ലോ, സിംഗിൾ പാസ് ക്രോസ് ഫ്ലോ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സിംഗിൾ പാസ് ക്രോസ് ഫ്ലോ വിത്ത് വൺ ഫ്ലൂയിഡ് മിക്സ്ഡ് അതർ അൺമിക്സ്ഡ്. ഇത് തന്നെയല്ലേ ഫിഗർ. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത് നോക്കിയേ. ഇപ്പോൾ സിംഗിൾ പാസ് ക്ലോസ് ഫ്ലോ ഇട്ട് ബോത്ത് ഫ്ലൂയിഡ് അൺമിക്സ്ഡ്. അപ്പോൾ ബോത്ത് ഫ്ലൂയിഡ് അൺമിക്സ്ഡ് അല്ല, ഒന്ന് മിക്സ്ഡ് മറ്റേത് അൺമിക്സ്ഡ് ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ തന്നെ പേജ് 160, പേജ് 160 റൈറ്റ് ഡൗൺ ഫോർ ഡാറ്റ ബുക്ക് പേജ് 160 സിംഗിൾ ഇത് ക്രോസ് ഫ്ലോ സിംഗിൾ പാസ് ക്ലോസ് ഫ്ലോ വിത്ത് വൺ ഫ്ലൂയിഡ് മിക്സ്ഡ് അതർ അൺമിക്സ്ഡ്, വൺ ഫ്ലൂയിഡ് മിക്സ്ഡ് ആൻഡ് അതർ അൺമിക്സ്ഡ് ഇങ്ങനെ എഴുതുക. ഹിയർ എഫ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് കണ്ടുപിടിക്കണമെങ്കിൽ പിയും ആറും വേണം അല്ലേ. പിയും ആറും വേണം. പിയും ആറും നമുക്ക് അറിയാമല്ലോ. പിയും ആറ് എത്രയും നമുക്കറിയാം. സെയിം അല്ലേ വരിക. പി ആറും മാറുന്നുണ്ടോ? ഇല്ല. പിയും ആറും മാറില്ല, ഒന്നും മാറില്ല. എഫ് ഒരിക്കൽ കണ്ടുപിടിച്ചാൽ മതി. സോ ഇവിടെ 0.32 കർവ് കൂടിയാണ് വരിക. 0.32 കുറച്ച് ഇവിടെ വരും. ഈ പറഞ്ഞ ഈ ലൈന് ടച്ച് ചെയ്യുന്ന സ്ഥലമായിക്കൊണ്ട് 0.32 നമുക്ക് എടുക്കാം. അവിടുന്ന് മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് 1.65 ആണ് അല്ലേ. 1.65 ആണ്. അപ്പോൾ ഇത് രണ്ടും നടുക്കുള്ള വാല്യൂ ആയിരിക്കും. 0.3 മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ 0.32 എടുത്തു കഴിഞ്ഞാൽ ഇവരെടുത്തിരിക്കുന്ന വാല്യൂ ഇത് കേസിൽ കുറച്ചും കൂടി ഈ ലൈനിൽ നിന്ന് കുറച്ചും കൂടി മുകളിലേക്ക്. നേരത്തെ കറക്റ്റ് ആയിരുന്നു വന്നിരുന്നത് 0.9 ആണ്. ഇവർക്ക് കിട്ടിയിരിക്കുന്നത് 0.92 ആണ്. 0.92 അതായത് കറക്റ്റ് ഇതിന്റെ സെന്റർ എന്നാണ് ഇവർ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. 1.65 എന്നത് 1.55 എന്ന് ഇവർ കൺസിഡർ ചെയ്തിരിക്കും. കറക്റ്റ് സെന്ററിന് പ്ലോട്ട് ചെയ്തിരിക്കും. സെന്ററിന് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരികയാണ്. ഇപ്പോൾ ഈ പോയിന്റ് ടച്ച് ചെയ്യുന്നുണ്ടാവില്ല. ഇതിന് മുകളിലൂടെ കറങ്ങി ഇങ്ങനെ ഇതായിട്ട് വരും. അതുകൊണ്ട് തന്നെ 0.9 കുറച്ചുകൂടി മുകളിൽ 0.92. ഹിയർ എഫ് ഈസ് ഈക്വൽ ടു 0.92. 0.32 എന്നും 1.65 കർവ് 0.92. എഫ് 0.92 ഒക്കെ എടുക്കുക. അതാണ് ടെക്സ്റ്റ് ബുക്കിൽ എടുത്തിരിക്കുന്നത് 0.92. എന്താ ആഫ്റ്റർ നിങ്ങൾ 0.9 എടുത്താൽ തെറ്റ് പറയാൻ പറ്റില്ല കേട്ടോ. എടുത്തു കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ കിട്ടും അല്ലേ. രണ്ടും ഒരുപോലെ കിട്ടണ്ട, കുറച്ച് മാറ്റം കിട്ടണം. അതുകൊണ്ടാണ് 0.9 വേണം 0.92 ചെറിയ പോയിന്റ് അപ്പുറം ഇപ്പുറം ഡെസിമൽ ഇട്ടാൽ മതി. ഡെസിമൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ മാറ്റം വരില്ല. ഡെസിമൽ പോയിന്റിലെ മാറ്റമേ വരുള്ളൂ. അപ്പം റൈറ്റ് ഡൗൺ ദ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് എഫ്. എഫ് കിട്ടും. എഫ് നമ്മൾ 0.92 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.92. അപ്രോക്സിമേറ്റ്ലി 0.92 ദെൻ ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ ഒരു പ്രോബ്ലം കഴിഞ്ഞു. 3ന്റെ ഏരിയ കാണായിരുന്നു പ്രോബ്ലം.
ഇനി മൂന്നിനും ക്യൂ കാണാനായാലും നിങ്ങൾക്ക് ഇതേ മെത്തേഡ് തന്നെ ചെയ്യണം. ഏരിയ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഏരിയനെ ക്യൂ കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം മെത്തേഡ് വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് എഫ് ഇയറെ എഫ് കാണണം. അപ്പം എഫ് കാണേണ്ടത് മറന്നു പോയത്, എങ്ങനെയാണ് കാണേണ്ടത് ഞാൻ പറഞ്ഞു തന്നു. അപ്പം ഡാറ്റ ബുക്ക് നോക്കുക, പഠിക്കുക. ഓക്കെ, റൈറ്റ്. സോ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ ആ പ്രോബ്ലം കഴിഞ്ഞ് അടുത്ത പ്രോബ്ലത്തിലേക്ക് വരികയാണ്, അടുത്ത സെക്ഷനിലേക്ക് വരികയാണ്. ദാറ്റ് ഈസ് NTU മെത്തേഡ്. NTU മെത്തേഡ്, നമ്പർ ഓഫ് ട്രാൻസ്ഫർ യൂണിറ്റ് എന്ന് പറയും. NTU മെത്തേഡ്. NTU മെത്തേഡ് വെച്ചിട്ടുള്ള ഇക്വേഷൻ നമ്മളെ ഡാറ്റ ബുക്കിൽ ഉണ്ടായിരുന്നു. NTU മെത്തേഡ് വെച്ചിട്ടുള്ള ഇക്വേഷൻ ഡാറ്റ ബുക്കിൽ എവിടെയാണ്? നിങ്ങൾക്ക് ഡാറ്റ ബുക്ക് ഉണ്ടല്ലോ. ഡാറ്റ ബുക്ക് ഉണ്ടെങ്കിൽ തൊട്ട് മുമ്പത്തെ പേജ്, ഹീറ്റ് എക്സ്ചേഞ്ചറിന് തുടങ്ങുന്ന പേജ് ഉണ്ടല്ലോ, 151 ആയിരിക്കും, 151 ഓർ 152. അവിടെ LMTD മെത്തേഡിന് താഴെ കഴിഞ്ഞു, ക്രോസ് ഫ്ലോന്റെ മെത്തേഡ് കഴിഞ്ഞു, അവിടെ UA തീറ്റ എഫ് എന്ന് കണ്ടു. തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ദാറ്റ് ഈസ് എന്ത് കാണും? NTU മെത്തേഡ് തന്നെ അടുത്ത ഭാഗത്താണ്. അതിൻ്റെ ഇക്വേഷൻ വലത്ത് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് Q ഈക്വൽ ടു എഫക്റ്റീവ്നെസ് ഇ, ഒരു ഇ എന്നുള്ള ഒരു സിമ്പിൾ കാണാം. എഫക്റ്റീവ്നെസ് ഇ ഇൻറ്റു സി മിനിമം ഇൻറ്റു TH1 മൈനസ് TC1. Q ഈക്വൽ ടു സി മിനിമം. സി മിനിമം പറഞ്ഞാൽ CHും CCയും വാല്യൂ ഉണ്ടാവുമല്ലോ. CH CC എന്താണ്? CH m.h CPH ആണ് CH, m.c CPC ആണ് CC. സോ അതിലത്ത് മിനിമം വാല്യൂ അതാണ് ആ വാല്യൂ, സി മിനിമം TH1 മൈനസ് TC1. Q ഈക്വൽ ടു എഫക്റ്റീവ്നെസ് ഇൻറ്റു TH1 മൈനസ് TC1. സോ എഫക്റ്റീവ്നെസ് എങ്ങനെ കാണാം? സോ ഇവിടെയാണ് എഫക്റ്റീവ്നെസ് എന്ന ടേം വരുന്നത്. NTU മെത്തേഡിൽ എഫക്റ്റീവ്നെസ് ആദ്യം കണ്ടുപിടിക്കണം, എന്നിട്ടാണ് നമ്മൾ NTU മെത്തേഡ് ചെയ്യുന്നത്. അതിലും വലിയ കാര്യമൊന്നുമില്ല. നമ്മളെ ചെറിയ ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്യുന്നുണ്ട്. കൗണ്ട് ഫോർ പാരഗ്രാഫ്, കൗണ്ട് ഫ്ലോ നമ്മൾ ചെയ്യുന്നില്ല. സോ അതാണ് ശ്രദ്ധിക്കേണ്ടത്. സോ ഇവിടെ എഫക്റ്റീവ്നെസ് ആദ്യം കാണണം. സോ എഫക്റ്റീവ്നെസ്, NTU മെത്തേഡ് ഹെഡിങ് കൊടുത്തിട്ട് എഫക്റ്റീവ്നെസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഒരു ചെറിയൊരു ഡെറിവേഷൻ ആണ്. ഇപ്പോൾ അല്ല, ഒരു കുറച്ച് കഴിഞ്ഞ ഡെറിവേഷൻ വരുന്നുണ്ട്. അത് എൻ്റെ കൂടെ തന്നെ ചെയ്തതാണെങ്കിൽ എഴുതി വരുന്ന ഞങ്ങൾക്ക് മനസ്സിലാവും. ഇനി അതല്ല വായിച്ചു പഠിക്കുകയാണെങ്കിൽ ചിലപ്പം ഇരുന്ന് പഠിച്ചാൽ മനസ്സിലാവും. അങ്ങനെയായാലും എൻ്റെ കൂടെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. Effectiveness is defined as effectiveness of heat exchanger is defined as the ratio of effectiveness of the heat exchanger is defined as the ratio of actual heat transfer to maximum heat transfer, maximum possible heat transfer, right? That is epsilon equal to, അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ്സിൻ്റെ ഇ, സാധാരണ ഇ അല്ല, ഒരു ഇ, റൈറ്റ്? ഇ ഈക്വൽ ടു Q by Q max, അല്ലേ? ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ Q by മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ, Q ഈക്വൽ ടു Q by Q max. അപ്പോൾ അതിൻ്റെ ഇക്വേഷനിലാണ് നമ്മൾ വരുന്നത്. Q ഈക്വൽ ടു Q by Q max. ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് Q ഈക്വൽ ടു എന്താണ്? Q ഈക്വൽ ടു m.c CPC TC2 മൈനസ് TC1 ഈക്വൽ ടു m.h CPH TH1 മൈനസ് TH2, അല്ലേ? m.CPH, ഇതാണ് Q വാല്യൂ, അല്ലേ? ദിസ് Q. സോ ഹിയർ m.c CPC ഈക്വൽ ടു CC, m.h CPH ഈക്വൽ ടു CH. നമ്മൾ കഴിഞ്ഞ ഡെറിവേഷൻ ചെയ്തിരുന്നു, അല്ലേ? കഴിഞ്ഞ ഹീറ്റ് എക്സ്ചേഞ്ചർ ഡെറിവേഷൻ, LMT ഡെറിവേഷൻ ഓർമ്മയുണ്ടല്ലോ? LMT ഡെറിവേഷൻ ചെയ്തിട്ടുണ്ട്, m.h CPH ഈക്വൽ ടു CC. സോ ആ ഡെറിവേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഒരേ മെത്തേഡ് ഡെറിവേഷൻ നമ്മൾ ചെയ്യുന്നത്. സോ 1/CH പ്ലസ് 1/CC എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. സോ സെയിം ഡെറിവേഷൻ ആണ് ചെയ്യുന്നത്. സോ അതിൽ ഇടയ്ക്ക് ഒരു സ്റ്റെപ്പ് മാറുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പോഴല്ല, അതിലേക്ക് വരാം. ഇപ്പോൾ ഇത് നമുക്ക് ഇക്വേഷൻ ജസ്റ്റ് നോട്ട് ചെയ്യുന്നതാണ്, CC. ഓക്കെ, സോ എഴുതി വെക്കുക. CC ഈക്വൽ ടു CH ഈക്വൽ ടു m.h CPH, CH ഈക്വൽ ടു m.h CPH, CC ഈക്വൽ ടു m.c CPC, റൈറ്റ്? ആൻഡ് C minimum C max എഴുതി വെക്കാം. C minimum ഈക്വൽ ടു minimum of minimum value, minimum fluid capacity, minimum of capacity CH or CC, ഏതാണോ മിനിമം അത്. ഓക്കെ, ചിലപ്പം CH ആയിരിക്കും, ചിലപ്പോൾ CC ആയിരിക്കും, നമുക്കറിയില്ല ഏതായിരിക്കും. ആ വാല്യൂ ആണ് C മിനിമം എന്ന് പറയുന്നത്. C max പറഞ്ഞാൽ അത് തന്നെ, മാക്സിമം ഓഫ് കപ്പാസിറ്റി, ദാറ്റ് ഈസ്
CH or CC, രണ്ടും സെയിം, രണ്ടും ഒരേപോലെ തന്നെ. ഏതും ഒന്ന് മാക്സിമം ആണ്, മറ്റൊരു മിനിമം. ഇതാണ് നമ്മൾ ഈ തിയറിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് C minimum, C max, CHO, CC. CH equal to m dot CPH, CC equal to m dot C CPS. നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആണ്. സോ ഇവിടെ ഞാനൊരു ടേം ഇക്വേഷൻ എഴുതുകയാണ്. ആ ഇക്വേഷൻ ഇങ്ങനെ പഠിക്കണം, കാരണം അത് വായിച്ച് മനസ്സിലാക്കാൻ പാടാണ്. പക്ഷെ ഞാൻ പറഞ്ഞുതരാം. ദാറ്റ് ഈസ് ദ മാക്സിമം റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഫോർ എ പാരലൽ ഫ്ലോ ഓർ കൗണ്ടർ ഫ്ലോ. ക്യൂവിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയല്ലോ, ക്യൂവിൻ്റെ ഇക്വേഷൻ എഴുതി. സോ മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ Qmax, maximum rate of heat transfer for a parallel flow or counter flow, ഏതായാലും for counter flow or parallel flow would occur എപ്പോഴാണ് സംഭവിക്കുന്നത്? if outlet temperature of fluid, the small value of CHO CC, that is C minimum. Okay, outlet temperature of fluid with C minimum equal to the inlet temperature of other fluid. That is outlet temperature of a fluid, ഒരു ഫ്ലൂയിഡിന്റെ ഔട്ടർ ടെമ്പറേച്ചർ, ടു കണ്ടീഷൻസ്, ഔട്ടർ കണ്ടീഷൻ ഓഫ് എ ഫ്ലൂയിഡ് വിത്ത് മിനിമം കപ്പാസിറ്റി C മിനിമം, അതിന്റെ കപ്പാസിറ്റി C മിനിമം ആയിരിക്കണം. C മിനിമം ആയിട്ടുള്ള ഔട്ടർ ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ ഈക്വൽ ടു ദി ഇൻലെറ്റ് ടെമ്പറേച്ചർ ഓഫ് ദി അതർ ഫ്ലൂയിഡ്. ഓക്കെ, ഇവിടെ ഇതുണ്ടാവും. ഒരു ഫ്ലോ നമുക്ക് എടുക്കാം, പാരലൽ ഫ്ലോ എടുക്കാം. ഇതാണ് പാരലൽ ഫ്ലോ. ഇവിടെ TH1 TC1 TH2 TC2 CPH CPC. ഓക്കെ, ഇതാണല്ലോ ദ ടെമ്പറേച്ചർ ഓഫ് ഔട്ടർ ഫ്ലൂയിഡ്. ഇതിൻ്റെ ആവാം, അതിൻ്റെ ആവാം, ഏതിൻ്റെ ആയാലും ഔട്ടർ ഫ്ലൂയിഡ് വിച്ച് ഹാവ് ദി മിനിമം ഹീറ്റ് കപ്പാസിറ്റി. C മിനിമം ചിലപ്പോൾ ഇതായിരിക്കാം, ഏതായാലും ഏതാണോ C മിനിമം അതിൻ്റെ ടെമ്പറേച്ചർ, ഔട്ടർ ടെമ്പറേച്ചർ ഈക്വൽ ടു ദി ടെമ്പറേച്ചർ ഓഫ് ദി അതർ ഫ്ലൂയിഡ് വിത്ത് ഇൻലെറ്റ്. മറ്റേതിൻ്റെ ഇൻലെറ്റ് ആയിരിക്കും. ഓക്കെ, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളുടെ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ നിങ്ങളെ റിട്ടേൺ ഹാൻഡ് റിട്ടൺ നോട്ട് ബുക്കിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ് എഴുതി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. ഓക്കെ, Qmax വിൽ ബി ഈക്വൽ ടു ദി, അങ്ങനെയാണ് വാല്യൂ. ഓക്കെ, ദ മാക്സിമം പോസിബിൾ ടെമ്പറേച്ചർ ക്യാൻ ബി അച്ചീവ്ഡ് ഓൺലി ബൈ വൺ ഫ്ലൂയിഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഹീറ്റ് കപ്പാസിറ്റി റേറ്റ്. ഈ കപ്പാസിറ്റി റേറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഹീറ്റ് ട്രാൻസ്ഫർ മിനിമം വെച്ചിട്ടുള്ള കാര്യം, മിനിമം ഉള്ള ടെമ്പറേച്ചർ മറ്റേതിന് ഇൻലെറ്റ് ടെമ്പറേച്ചർ ഈക്വൽ ആയിരിക്കുന്ന കണ്ടീഷൻ. സോ ഐ ആം റൈറ്റിംഗ് ദാറ്റ് Qmax equal to CH of TH1 minus TC1 or CH of TH1 minus TC1, and എല്ലാം TH1 minus TC1 തന്നെ. ഓക്കെ, ഇങ്ങനെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കുക. ഈ ഇക്വേഷനൊക്കെ രണ്ട് ഇക്വേഷൻ പഠിച്ചു വെക്കേണ്ട ഇക്വേഷനാണ്. അതെങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് പഠിച്ചു വെക്കേണ്ട ഇക്വേഷനാണ്. Qmax equal to CH or TH1 minus TC1 or CC of TH1 minus TC1, where ഇതിൽ ഏതാണ് മിനിമം അതാണ് എടുക്കുക. ഓക്കെ, Qmax is minimum for these values. ഇതിൽ എടുക്കുന്നത് ഈറ്റിലെ മിനിമം വാല്യൂ. Qmax equal to minimum of these value, അതായത് ഒന്നിക്ക് ഇതായിരിക്കും മിനിമം, C മിനിമം, CH ആയിരിക്കും മിനിമം ഉണ്ടാവുക. അപ്പോൾ C മിനിമം ഓഫ് ഇതെടുക്കാം. അപ്പം ചിലപ്പോൾ CC ആയിരിക്കും മിനിമം. അതായത് ഇത് രണ്ട് സെയിം ആണല്ലോ, ബ്രാക്കറ്റിലുള്ള രണ്ട് സെയിം ആണ്, TH1 മൈനസ് TC1 ആണ് രണ്ടിലും വരുന്നത്. സോ ഇതിൽ മിനിമം ഏതാണോ അതായിരിക്കും Qmax. അടിയിൽ ഇല്ല വാല്യൂ, ചെറിയ വാല്യൂ വന്നാൽ മാത്രമേ എപ്സിലോൺ ഈ പറഞ്ഞ എഫക്റ്റീവ്നെസ് നല്ല എഫക്റ്റീവ്നെസ് കിട്ടുള്ളൂ അല്ലേ. ഇതിൽ എഫക്റ്റീവ്നെസ് കിട്ടണമെങ്കിൽ Qmax ചെറുതായിരിക്കണം, Q വലുതായിരിക്കണം, Qmax ചെറുതായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിലെ മിനിമം വാല്യൂ ഏതാണോ അതാണ് എടുക്കുക. സോ Qmax ഇക്വൽ മിനിമം ഓഫ് ദീസ് വാല്യൂ. സോ നമുക്ക് എഴുതാം, ഇത് ഒരു ജനറൽ ഇക്വേഷനൊക്കെ എഴുതാം, C മിനിമം ഓഫ് TH1 മൈനസ് TC1. ഇതിൽ ഏതാണ് മിനിമം അതെടുക്കാം, മിനിമം ഓഫ് TH1 മൈനസ് TC1. ഓക്കെ, so we can write out the value of effectiveness as effectiveness equation എഴുതാം. effectiveness equation m dot ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എഴുതാം. ഓക്കെ, m dot എന്നുള്ള മുകളിൽ ടേം വരുന്നുണ്ട്. m dot എന്നുള്ളത് നമുക്ക് മാസ് ഫ്ലോ 1 ആക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ഒന്നിക്കിൽ CPH ഓഫ് അല്ലെങ്കിൽ CH, m dot CPH എന്നുള്ളത് CH നൽകാം. ഒന്നിക്കിൽ ഇത് അല്ലെങ്കിൽ ഇതായിരിക്കും Q അല്ലെ. Q ഒന്നിക്കിൽ ഇതാവാം അല്ലെങ്കിൽ ഇതാവാം, ഏതും ആവാം. സോ ഇതാണെങ്കിൽ CH ഓഫ് TH1 മൈനസ് TH2 ഡിവൈഡ് ബൈ C മിനിമം ഓഫ് TH1 മൈനസ് TC1 അങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ ഈക്വൽ ടു CH CCൻ്റെ വാല്യൂ, ഈ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, ഈ വാല്യൂ ആണ് Qൻ്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ CC ഓഫ് TC2 മൈനസ് TC1 ഡിവൈഡ് ബൈ Qmax ഒന്ന് തന്നെ,
സി മിനിമം ഓഫ് TH1 മൈനസ് TC1. സോ ഇതാണ് എഫക്റ്റീവ്നെസ് ഇക്വേഷൻ. എഫക്റ്റീവ്നെസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് Q by Qmax. ഓക്കെ, Q by Qmax ആണ്. അതിൽ Q എന്താണ്? ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ, ദാറ്റ് ഈസ് എൻഡോട്ട് CPC. അത് ഒന്നിക്കൽ ഇത് അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒന്നാവാം. CC ഓഫ് TC2 മൈനസ് TC1 ആവാം, CH ഓഫ് TH1 ഏതെങ്കിലും ഒന്നാവാം. ഇപ്പോൾ 2 കേസ് എടുത്തു, ഈ രണ്ടും സെയിം തന്നെയാണ്. സോ ക്യൂമാക്സ് നമുക്ക് എഴുതാം ഇങ്ങനെ ഒരു കണ്ടീഷൻ, അതായത് നമ്മളെ തൊട്ട് മുമ്പ് പറഞ്ഞ കണ്ടീഷൻ, ആ കണ്ടീഷൻ ഞാൻ നിങ്ങളെ നോട്ടിൽ തന്നിട്ടുണ്ട്. ആ കണ്ടീഷൻ പറഞ്ഞാൽ we can write the equation of Qmax as C minimum of TH1 minus TC1. Okay, C minimum of TH1 minus TC1. So C minimum into TH1 minus TC1. So C minimum രണ്ട് ഇക്വേഷൻ നമ്മൾ കൊടുത്തു. അങ്ങനെ എപ്സിലോൺ രണ്ട് ഇക്വേഷൻ ആണ്. എഫക്റ്റീവ്നെസ് കാണിക്കുവാൻ രണ്ട് ഇക്വേഷൻ. സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡെറൈവ് ചെയ്യാൻ പോകുന്നു എഫക്റ്റീവ്നെസ്. ഓരോ പാരലൽ ഫ്ലോന്റെ കേസിലും കൗണ്ടർ ഫ്ലോന്റെ കേസിലും എഫക്റ്റീവ്നെസ് എന്താണ് ഡെറൈവ് ചെയ്യാൻ പോകുന്നു. അതിൽ വരുന്ന ഒരു ടേം ആണ് ഈ NTU എന്നുള്ളത്, NTU മെത്തേഡ് ഡെറിവേഷൻ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ എന്താണ് NTU മെത്തേഡ് നമ്മൾ പറയാൻ പോകുന്നു. NTU മെത്തേഡ് ആൻഡ് വി ഹാവ് ഡെറൈവിംഗ് ദ എഫക്റ്റീവ്നെസ് വാല്യൂ ഫോർ പാരലൽ ഫ്ലോ ആൻഡ് കൗണ്ടർ ഫ്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ Q ഈക്വൽ ടു UA തീറ്റ എന്നുള്ള ഇക്വേഷൻ ഡെറൈവ് ചെയ്തിട്ടില്ലേ? ഈ ഡെറൈവ് ചെയ്തപ്പോൾ അവസാനം കിട്ടിയ ഇക്വേഷനിൽ അതാണ് നമ്മൾ തീറ്റ എന്ന് എടുത്തത്. എന്നിട്ട് തീറ്റ ഈക്വൽ ടു LMTD എന്ന് പറഞ്ഞു അല്ലേ? ഒരു ഇക്വേഷൻ ഡെറൈവ് ചെയ്ത് വന്നു. ആ ഡെറൈവ് ചെയ്ത് വന്നാൽ നമ്മൾ θ1 മൈനസ് θ2 ബൈ log θ2 ബൈ θ1 ഉണ്ടായിരുന്നു. അത് നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുകയാണ്, ദാറ്റ് ഈസ് θ എന്ന് പറഞ്ഞു. അതേപോലെ NTU മെത്തേഡ് നമ്മൾ എഴുതി പോകുമ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ സ്ഥലം കിട്ടും. അത് നമ്മൾ ഈ NTU എന്നാക്കിയാൽ NTU തന്നെ പേരിട്ട് കൊടുക്കുന്നു, ഇക്വേഷൻ കൊടുക്കും. സോ ആ ഡെറിവേഷൻ ആണുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ അല്ലേ?